സാർ നമസ്കാരം. നമസ്കാരം. ഇന്ന് കേരളം എമ്പാടും ചർച്ച ചെയ്യുന്നൊരു വിഷയം VS അച്യുതാനന്ദൻ തന്നെയാണ്. മരണപ്പെട്ടിട്ടും VS എന്ന ആ രണ്ടക്ഷരം ഇപ്പോഴും മുഴങ്ങുന്ന കടലിരമ്പമായി നമ്മൾ മലയാളികളുടെ ഓരോരുത്തരുടെയും ചെവിയിൽ മുഴങ്ങുന്നു എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മളെ അത് അസ്വസ്ഥരാക്കുന്നു, ആനന്ദചിത്തരാക്കുന്നു എന്നുള്ളതാണ്. പറഞ്ഞു വരുന്നത് ദേശാഭിമാനി ദിനപത്രവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ഈ കഴിഞ്ഞ ദിവസം, അതായത് ഞായറാഴ്ച പുറത്തിറങ്ങേണ്ട സൺഡേ സപ്ലിമെൻ്റ് മൺഡേ സപ്ലിമെൻ്റായി ഇന്ന് അവർ പുറത്തിറക്കിയിരിക്കുന്നു. എന്ത് തരത്തിലുള്ളൊരു വിരോധാഭാസമാണ് ഇതിൻ്റെ പുറകിലെന്ന് ആലോചിക്കുമ്പോഴാണ് ചില കഥകളുടെ ചുരുളഴിയുന്നത്. VS അച്യുതാനന്ദനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസ് സെക്രട്ടറി ആയിരുന്ന KV സുധാകരൻ VSൻ്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് ഒരു ഓർമ്മക്കുറിപ്പ് എഴുതുന്നു. അതിന് ഇന്നും മുഴങ്ങുന്നു ആ കടലിരമ്പം എന്നാണ് ടൈറ്റിൽ കൊടുത്തത്. അത് VSൻ്റെ സചിത്ര ലേഖനമടങ്ങുന്ന ഫുൾ പേജ് കവറേജ് ആയിരുന്നു ദേശാഭിമാനിയുടെ ആദ്യത്തെ വാരാന്ത്യ പതിപ്പിൻ്റെ ആദ്യത്തെ പേജിലും രണ്ടാമത്തെ പേജിലുമെല്ലാം അത് നിറഞ്ഞു നിൽക്കുന്നു. എന്നാൽ അവസാന പേജിൽ കള്ളൻ വിജയൻ എന്നൊരു മാറ്റർ കൂടി ഉണ്ടായിരുന്നു. ഒരു നാടകപ്രവർത്തകനായ വിജയൻ എന്ന് പറഞ്ഞയാൾ താൻ അഭിനയിച്ച ഒരു കള്ളൻ കഥാപാത്രത്തിൽ അറിയപ്പെടുന്നു. അദ്ദേഹത്തിന് കത്ത് ഇടപാടുകൾ വരെ അങ്ങനെയാണ്. അദ്ദേഹത്തിന് പോസ്റ്റലായി വരുന്ന ഉരുപ്പടികളെല്ലാം കള്ളം വിജയൻ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വരുന്നത്. ആ ലേഖനം അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയത് ദേശാഭിമാനിയുടെ വാരാന്ത്യ പതിപ്പിൻ്റെ അവസാന പേജിൽ ഇടം നേടുന്നു. ഇത് അച്ചടിച്ചതിന് ശേഷം ഇതേക്കുറിച്ച് കാര്യമായി ശ്രദ്ധിച്ച അല്ലെങ്കിൽ ചില ആളുകളുടെ ഭക്തന്മാർ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മുഴുവൻ പേജിൽ ഫ്രണ്ടിൽ നിറഞ്ഞു നിൽക്കുന്ന VSൻ്റെ ഗുണഗണങ്ങളും പുറകിലെ പേജിൽ കള്ളൻ വിജയൻ എന്ന പരാമർശത്തോടുകൂടി തലക്കെട്ടോടുകൂടിയുള്ള ഒരു ലേഖനമാകുമ്പോൾ തീർച്ചയായും അത് പിണറായി വിജയനെ ഉന്നം വച്ചുള്ള ഒരു ലേഖനമാണ് എന്ന തരത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെടുന്നു. അച്ചടിച്ച കോപ്പികൾ അത്രയും വാരാന്ത്യ പതിപ്പ് പുറത്തിറക്കാതെ അത് കടലിൽ മുക്കുകയോ കത്തിക്കുകയോ ചെയ്യുന്നു. പിന്നീട് ഈ ദേശാഭിമാനി പത്രത്തിൻ്റെ റെസിഡൻറ്റ് എഡിറ്ററായ സ്വരാജ് പറയുന്നു, സ്വരാജ് പറയുന്നു, അങ്ങനെ ഒരു വിഷയമുണ്ടായിട്ടില്ല, നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാനത് അറിയുന്നത് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ മറ്റൊരു സംഭവം നടന്നിരിക്കുന്നു. ഇന്നിപ്പോൾ സൺഡേ സപ്ലിമെൻ്റ് മൺഡേ സപ്ലിമെൻ്റ് ഇട്ട് ഇറങ്ങിയിരിക്കുന്നു. ദേശാഭിമാനിയുടെ എഡിറ്ററായ KR അജയനെതിരെ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നു, നോട്ടീസ് അയച്ചിരിക്കുന്നു. കാരണം കാണിക്കൽ നോട്ടീസാണ് ദേശാഭിമാനി അയച്ചിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്നത് കള്ളൻ വിജയൻ എന്ന മാറ്റർ വന്നു കഴിഞ്ഞപ്പോൾ ശ്രദ്ധിക്കാതെ എന്തുകൊണ്ടാണത് പ്രസ്സിലേക്ക് വിട്ടത്. അപ്പോൾ തീർച്ചയായും ഈ ഇങ്ങനെയൊരു പ്രിൻറ്റിങ് നടന്നിട്ടില്ല എന്ന് പറയുന്ന ആ ഒരു സംഭവം തെറ്റാണെന്ന് ഇതിൽ തന്നെ മനസ്സിലായി. എന്തിനാണ് പ്രസ്സിലേക്ക് വിട്ടത് എന്ന് ചോദിക്കുമ്പോൾ സാറോട് മറ്റൊരു അപകടം കൂടിയുണ്ട്. കാരണം ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൻ്റെ ക്രൈമിൻ്റെ ചീഫ് എഡിറ്ററായ TP നന്ദകുമാർ എന്ന പരിണിതപ്രജ്ഞനായ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ കീഴിൽ, അങ്ങയുടെ കീഴിൽ തന്നെയാണ് ഞങ്ങൾ പലരും ഇവിടെ സഹപ്രവർത്തകരായി ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് മാറ്റർ എടുക്കണം, ഏത് മാറ്റർ കൊടുക്കണം എന്നൊക്കെ നമുക്കൊരു എഡിറ്റോറിയൽ ബോർഡുണ്ട്. ഇതുപോലെ എല്ലാ മാധ്യമങ്ങൾക്കും ഒരു എഡിറ്റോറിയൽ ബോർഡ് ഉണ്ടാകും. അവിടെ ഒരു എഡിറ്റർ മാത്രം വിചാരിച്ചാൽ ഇത്തരം ഒരു മാറ്റർ കടത്തിവിടാൻ സാധിക്കില്ല. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള വികാരം ഈ KR അജയകുമാറിലൂടെയാണ് ഈ വിവരം പുറം ലോകത്ത് അറിഞ്ഞതെന്നും ഇത് മാധ്യമ ചർച്ചയായതെന്നും മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു സംഭവത്തിൽ KR അജയകുമാറിനെതിരെ ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് ഇന്ന് 4 മണിക്ക് മുമ്പ് കാണിക്കണം, ഈ കാരണം ബോധിപ്പിക്കണം എന്നാണ് പറയുന്നത്. ഇങ്ങനെയൊരു പത്രമേ പ്രിൻ്റ് ചെയ്തിട്ടില്ല എന്നാണ് സ്വരാജ് പറഞ്ഞത്. എന്നാൽ ഇതിൻ്റെ PDF ദേശാഭിമാനിയുടെ വെബ്സൈറ്റിൽ ഇന്നലെ ഈ വിവാദം ആകുന്നത് വരെ കണ്ടു. പിന്നീട് അത് ഡിലീറ്റ് ചെയ്തു. ഇന്നിപ്പോൾ പത്രം പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ VSൻ്റെ പരാമർശമുണ്ട്, അദ്ദേഹത്തിൻ്റെ അനുസ്മരണമുണ്ട്. പക്ഷേ കള്ളൻ വിജയൻ എന്നുള്ളൊരു മാറ്റർ മാത്രം അതിലില്ല. ഇവർ പറയുന്ന ഈ ശുദ്ധ കള്ളങ്ങൾ, ഈ നുണയുടെ നിലപാടുകൾ ഇനിയും ആവർത്തിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാം എന്നാണോ വിചാരിക്കുന്നത്? CPMൻ്റെയും പിണറായി വിജയൻ്റെയും പൊള്ളത്തരങ്ങൾ ഒരു 100 വട്ടം നമ്മുടെ മാധ്യമത്തിലൂടെയും അല്ലാതെയും എല്ലാം തുറന്നു കാണിച്ചിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ എങ്ങനെയാണ് നന്ദകുമാർ സാർ ഇതിനെ വിലയിരുത്തുന്നത്? അതായത് താൻ പരിശുദ്ധനാണെന്ന് എല്ലാവരും വിശ്വസിക്കണം, എന്നാൽ താൻ പെരുങ്കള്ളനാണെന്നുള്ള കാര്യം ആരും അറിയരുത്. ഇതാണ് പിണറായി വിജയൻ്റെ സ്റ്റൈൽ. അദ്ദേഹം ജനങ്ങളോട് പറയുന്ന വാ തുറന്ന് കള്ളം മാത്രം പറയുന്ന കാര്യങ്ങൾ കേട്ട് വിശ്വസിച്ച് ഇത്രയും കാലം ജനങ്ങൾ, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി അണികൾ, മെമ്പർമാരൊക്കെ വിശ്വസിച്ചിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് സാധാരണ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്ക് മനസ്സിലായി ഈ പിണറായി വിജയനെ പോലെ ഇത്രയും കാട്ടുകള്ളനായ ഒരാൾ കേരളത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം. ഇത് തന്നെയാണ് ക്രൈം നേരത്തെ പറഞ്ഞിട്ടുള്ളത്. 2005 ഫെബ്രുവരി മാസത്തിൽ ക്രൈമിൻ്റെ കവർ പേജിൽ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി വീരൻ എന്നുള്ള പേരിൽ ലാവ്ലിൻ കേസിലെ ഫുൾ വിവരങ്ങളടക്കം ഞാൻ പ്രസിദ്ധീകരിച്ചപ്പോൾ എൻ്റെ ഓഫീസ് കത്തിച്ചു, എൻ്റെ രേഖകൾ കടത്തിക്കൊണ്ടുപോയി എല്ലാം ചെയ്തതാണ്. അതിനുശേഷം ലാവ്ലിൻ കേസിൽ CBI അന്വേഷണം വന്നതാണ്. അവിടുന്ന് തുടങ്ങിയിട്ടുള്ള ഫൈറ്റ് തുടങ്ങി ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ ചെയ്തിട്ടുള്ള തട്ടിപ്പുകൾ, വെട്ടിപ്പുകളുടെ എല്ലാം കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഇങ്ങനെയൊരു തട്ടിപ്പ് വിവരം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് തീർത്ത് പറയാൻ പറ്റും. അപ്പോൾ പക്ഷേ പിണറായി വിജയൻ മുഖ്യമന്ത്രി ജനങ്ങളോട് പറയുന്നത് എന്താ? ഞാൻ പരിശുദ്ധനാണ്,
നിങ്ങൾ കാക്കയ്ക്കും പൂച്ചയ്ക്കും അടക്കം ഭക്ഷണം കൊടുക്കണം, വെള്ളം കൊടുക്കണം, ഈ പ്രകൃതിയെ സംരക്ഷിക്കണം, ഇവിടെയുള്ള ജനങ്ങൾക്ക് സുഖമായി ജീവിക്കണം എന്നൊക്കെയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കോവിഡിൻ്റെ പേരിലടക്കം തട്ടിപ്പ് നടത്തി, കോടികൾ തട്ടിപ്പ് നടത്തി. ഏതിൻ്റെ പേരിലും നല്ലത് പറയുക, ഇപ്പുറത്തെ തട്ടിപ്പ് നടത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ശീലം. അങ്ങനെ കള്ളൻ വിജയൻ എന്ന് പറയുന്നത് യഥാർത്ഥ ഒരു കള്ളൻ വിജയൻ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരുന്നത്. ഇപ്പോൾ ഏതോ ഒരു നാട്ടിൽ ജീവിച്ചൊരു കള്ളനെ കുറിച്ചൊരു കള്ളനെ ഉദ്ദേശിച്ചൊരു കള്ളൻ വിജയൻ എന്ന് പറഞ്ഞ നാടകക്കാരൻ താൻ അഭിനയിച്ച കാര്യങ്ങളെക്കുറിച്ച് ഒരു പങ്ക്തി ഒരു ലേഖനമാണ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ കൂടെ പുറത്തു വന്നത്. സാർ, അദ്ദേഹം ഒരു നാടക പ്രവർത്തകനാണ്, നടനാണ്. അപ്പോൾ അദ്ദേഹം അഭിനയിച്ച ഒരു കഥാപാത്രത്തിൻ്റെ പേരിലാണ് അദ്ദേഹം വർഷങ്ങളായി അറിയപ്പെടുന്നത് കള്ളൻ വിജയൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതിൽ അദ്ദേഹത്തിന് അഭിമാനമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് ദേശാഭിമാനിക്ക് ഇങ്ങനെ ഒരു ലേഖനം എഴുതി കൊടുത്തത്. അതിൽ അദ്ദേഹത്തിന് യാതൊരു പങ്കുമില്ല. അല്ല, കള്ളൻ വിജയൻ എന്ന് പറയുന്ന കഥ അഭിനയിച്ച വിജയകുമാർ ആ ഒരു കഥാപാത്രത്തോട് താതാത്മ്യം പ്രാപിച്ച് അദ്ദേഹം ആ കഥാപാത്രത്തെ വിജയിപ്പിച്ചു എന്നുള്ളതാണ്. എന്നാൽ ഇപ്പുറത്ത് പിണറായി വിജയനോ നാട്ടിൽ മുഴുവൻ ഞാൻ മാന്യനാണ്, സംസ്ഥാന CPM സെക്രട്ടറിയാണ്, വർഗീയ വിരുദ്ധനാണ്, മറ്റേ ആനയാണ്, കുതിരയാണെന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിച്ച് തട്ടിപ്പല്ലാതെ വേറെ പരിപാടി ഒന്നുമില്ല. വാ തുറന്നാൽ കള്ളം പറയുക. അങ്ങനെ എന്തെല്ലാം തട്ടിപ്പുള്ളത്, ഇന്റർനാഷണലായ തട്ടിപ്പ്. സാധാരണ ഇവിടുന്ന് നടത്തുന്ന ചെറിയ തട്ടിപ്പല്ല, ഇന്റർനാഷണലായ തട്ടിപ്പാണ് അദ്ദേഹം നടത്തുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് തോറിയം അടക്കമുള്ള മെറ്റീരിയൽ ഇവിടുന്ന് ന്യൂക്ലിയർ മൂലകങ്ങൾ ഇവിടുന്ന് കടത്തി തീവ്രവാദ സംഘടനകൾ നേതാക്കന്മാർക്ക്, തീവ്രവാദ ഗ്രൂപ്പിലെ ആളുകൾക്ക് വിറ്റു എന്ന് പറയുന്ന, വിദേശത്ത് വിറ്റു എന്ന് പറയുന്ന ഒരു വലിയ കേസ് വരാൻ പോകുന്നു എന്നാണ് ആര് പറഞ്ഞത്? ഷോൺ ജോർജ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്നത് ദാവൂദ് ഇബ്രാഹിമും ആ ലെവലിൽ ആളെത്തി. അപ്പോൾ അത്രയും വലിയ ഡോണായി, അതിൽ മാഫിയ തലവനായി അദ്ദേഹം മാറി എന്നുള്ളതാണ് ചരിത്രം. എന്നിട്ടോ കേരളത്തിൻ്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ എന്താണ് പറയുന്നത്? പട്ടിണി പാവങ്ങളുടെ, കൃഷിക്കാരുടെ, തൊഴിലാളികളുടെ ഉന്നമനത്തിനും മോചനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടന, അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ആ ജീവിതം മുഴുവൻ നാടിനു വേണ്ടി, ഇവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടി ജീവിതം പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അതാണോ? 10,000 കോടി രൂപയുടെ അദ്ദേഹത്തിൻ്റെ തട്ടിപ്പിൻ്റെ രേഖകൾ എൻ്റെ ക്രൈമിൻ്റെ ഓഫീസിൽ നിന്നാണ് എടുത്തുകൊണ്ടായത് 2021. ഇപ്പം 5 വർഷം കഴിഞ്ഞില്ലേ? അതിനുശേഷം ഭാരതപ്പുഴയിലൂടെ അല്ലെങ്കിൽ പെരിയാറിലൂടെ എത്ര വെള്ളം ഒഴിച്ചുപോയി, അപ്പം ഒഴുകിപ്പോയി. അപ്പോൾ അതിനുശേഷം എത്രയോ കോടികൾ ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ ഏത് ഇടപാട് നോക്കിക്കഴിഞ്ഞാലും അതിലൂടെ അദ്ദേഹം പണം ഉണ്ടാക്കിയിട്ടുണ്ട്. കരിമണൽ കർത്തയുമായുള്ള കാര്യത്തിൽ ഏറ്റവും ചുരുങ്ങിയ 5,000 കോടിയെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്നാണ് ഷോൺ ജോർജ് പറയുന്നത്. കാരണം തോറിയം അടക്കമുള്ള മെറ്റീരിയൽ അടക്കമാണ് ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയത്. അപ്പോൾ ആ ഒരു ലോറി കേരള മിനറൽസ് ആൻഡ് മെറ്റീരിയൽസ് ചവറയ്ക്ക് പോകും, ഒരു ലോറി നേരെ ഇങ്ങോട്ട് പോലീസ് സന്നാഹത്തോട് കൂടിയിട്ട് ഈ സ്ഥാപനത്തിലേക്ക് പോകും. അങ്ങനെയാണ് ഇൽമിനേറ്റ് അടക്കമുള്ള മെറ്റീരിയൽ ഇവിടേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് വിദേശത്തേക്ക് കടത്തി എന്നുള്ളത് ഗുരുതരമായ ആരോപണമാണ് പറയുന്നത്. ഇതേപോലെ തന്നെയാണ് ഡോളർ കടത്ത്. അതായത് ഇവിടെ നിന്ന് പിണറായി വിജയൻ വിദേശത്തേക്ക് പോകുമ്പം അവിടെ ബാഗ് മറന്നുപോയി എന്നറിയാം, എന്നിട്ട് നയതന്ത്ര ബാഗേജിലൂടെ എത്തിക്കുക. അത് പരിശോധിക്കുമ്പോൾ $100 കോടി എന്ന് പറഞ്ഞാൽ 10,000 കോടി രൂപയാണ് വിദേശത്ത് എത്തിച്ചത് ഒറ്റയടിക്ക്. അപ്പം പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമുള്ള ഒരു ഭീകരനാണ്. കാരണം രാജ്യദ്രോഹ കുറ്റമാണ് ഇത്തരത്തിൽ കടത്തിക്കൊണ്ട് പോകുന്ന ഡോളറൊക്കെ. അതേപോലെ തന്നെയാണ് നമുക്ക് സ്വർണ്ണക്കള്ളക്കടത്തൊക്കെ നടത്തിയെന്ന് പറയുമ്പോൾ നമുക്ക് സിനിമയിലൊക്കെ ക്രൈം ത്രില്ലർ സിനിമകൾ കണ്ടിട്ടുണ്ട്. നയതന്ത്ര ബാഗേജിലൂടെ സ്വർണം വരുത്തിക്കുക, എന്നിട്ടോ ബിരിയാണി ചെമ്പിലൂടെ ബിരിയാണി എന്ന് വരുത്തിക്കുക, എന്നിട്ട് ഈന്തപ്പഴം കുരുക്കൂടെ വരുത്തിക്കുക, അതേപോലെ ഖുർആന്റെ ചട്ടയിൽ കൂടെ വരുത്തിക്കുക. എന്തൊരു ബുദ്ധിയാണെന്ന് വെച്ചാൽ ഇത്രയും വലിയ ക്രിമിനൽ കേരളത്തിലോ ഇന്ത്യയിലോ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ വിചാരിക്കുന്നത് ലോകത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. പല ക്രിമിനലിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. സുകുമാരക്കുറുപ്പ് നമുക്കറിയാം, അദ്ദേഹം ഒരു ചാക്കോനെ കൊന്ന് 8 ലക്ഷം രൂപ ഇൻഷുറൻസ് പണം തട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അയാളെ കൊന്നത്. അയാളെ ജീവിതത്തിൽ ആപ്പാടെ ആ 8 ലക്ഷം എന്ന് പറയുന്നത് ഇന്നത്തെ 80 കോടി ആയിരിക്കും 1984. പിണറായി അത് 84 കഴിഞ്ഞ് 2026 വരെയുള്ള 42 വർഷം അദ്ദേഹം ഒളിവിലാണ് താമസിച്ചത്. എന്നാൽ പിണറായി വിജയൻ പരസ്യമായി ജീവിക്കുകയാണ്. പരസ്യമായി മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന വലിയ സംഘടനയുടെ EMSഉം AKGയും പോലെയുള്ള ആളുകൾ കെട്ടിപ്പടുത്ത മഹത്തായ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയായി അദ്ദേഹം ഇരുന്നു. എത്ര വർഷം? അതായത് 1998 മുതൽ 2016 വരെ, അതായത് ഈ 18 വർഷക്കാലം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി. പിന്നെ 10 വർഷം അദ്ദേഹം മുഖ്യമന്ത്രിയായി. അങ്ങനെ 28 വർഷം ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹം ഇങ്ങനെ പോവുകയാണ്. അപ്പം ഇത്രയും കള്ളത്തരങ്ങൾ നടത്തിയ, തട്ടിപ്പ് നടത്തിയ
ഒരാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നു, എന്നോട് പരസ്യമായി ജനങ്ങളെ പറ്റിക്കാൻ പറ്റുന്നു, മാത്രമല്ല ഈ കേസുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റുന്നു. നമുക്കറിയാം TP ചന്ദ്രശേഖരനെ കൊന്ന കാര്യം എത്ര ഇതായിട്ടാണ് കൊന്നിരുന്നിട്ടോ. ഈ ഒരു മുസ്ലിം തീവ്രവാദ സംഘടനയുടെ പേര് വരാൻ വേണ്ടിയിട്ട് ആ കാറിന്റെ പുറത്ത് അങ്ങനെ ഒരു പേര് ആർഷാ അള്ളാഹ് എഴുതി പിടിപ്പിച്ചു. ഇതൊക്കെ തന്നെ ഇത്രയും ക്രിമിനലായ പിണറായി വിജയന്റെ തലയിന്ന് മാത്രമേ വരികയുള്ളൂ. അതിൽ പ്രതിയായോ പിണറായി വിജയൻ? ഇല്ല. ഒരു കേസിലും പിണറായി വിജയൻ പ്രതിയല്ല. മകൾ ഇപ്പോൾ ഉണ്ടെങ്കിലും ഇന്നേ വരെ മകളെ പ്രതിയാക്കിയില്ല. കേന്ദ്രത്തിലാണെങ്കിൽ അദ്ദേഹത്തിന് സ്വാധീനം, ഇവിടെയാണെങ്കിലും സ്വാധീനം, പോലീസ് സേനയിലാണെങ്കിലും സ്വാധീനം. അപ്പം ഇങ്ങനെയുള്ള പിണറായി വിജയനെ സംബന്ധിച്ച് പിണറായി വിജയൻ ഒരു കള്ളനാണ് എന്നുള്ള കാര്യം ഏറ്റവും അറിയുന്ന ആരാണ്? പിണറായി വിജയൻ തന്നെയാണ്. അപ്പം അവരുടെ ഔദ്യോഗിക ജിഹ്വയായ ദേശാഭിമാനി പത്രത്തിൽ, ദേശാഭിമാനിയുടെ വാരാന്ത്യ പതിപ്പിൽ കള്ളൻ വിജയൻ എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയൻ കൃത്യമായി മനസ്സിലാക്കുന്നത് ഞാൻ തന്നെയാണ് ആ കള്ളൻ, എന്നെ പേര് എൻ്റെ പത്രത്തിൽ അച്ചടിക്കുകയോ അതിന്റെ പേരിലാണ് ഇപ്പോൾ അജയ്കുമാറിനെതിരെ ഇപ്പോൾ ഷോക്കോസ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരാളെ പിണറായി വിജയൻ പാർട്ടിയിൽ നിർത്തുമോ? അങ്ങനെ ഒരാളെ ദേശാഭിമാനി പത്രത്തിൽ നിർത്തുമോ? നമ്മളെ ഷാജഹാൻ അടക്കം പിണറായി, കേവലം VS അച്യുതാനന്ദൻ അടക്കമുള്ള ആളുകളെ പാർട്ടിയിൽ നിന്ന് എല്ലാ തരത്തിലും പീഡിപ്പിച്ചിട്ടുള്ള പിണറായി വിജയൻ ഉണ്ടോ? ഈ പറയുന്ന അജയ്കുമാറിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കും, എല്ലാ തരത്തിലും പീഡനങ്ങളും കൊടുക്കും, ചിലപ്പോൾ കൊന്നൊന്നും വരും. സാർ, ഇപ്പൊ ഇത് ഇവര് പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, പത്രം അച്ചടിച്ചിട്ടില്ല, അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെയാണ് സ്വരാജല്ലേ പറഞ്ഞത്. ഇപ്പൊ നോക്കൂ, ഇപ്പൊ ഇങ്ങനെ ഒരു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനു വേണ്ടി ഈ എഡിറ്റർക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കണം? അപ്പൊ ഇത് എഡിറ്റ് ചെയ്യാതെ എന്തുകൊണ്ടാണ് ഈ മാറ്റർ വിട്ടത് എന്നൊക്കെയാണ് ചോദിച്ച് കാരണം കാണിക്കൽ നോട്ടീസ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ തീർച്ചയായും സംഭവിച്ചിരിക്കുന്നത് കള്ളൻ വിജയൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ കുറിച്ച് ദേശാഭിമാനി പത്രത്തിൽ വന്നതിന് പിന്നെ നമ്മുടെ സ്വരാജ് പറഞ്ഞ അങ്ങനെ ഒരു കാര്യം വന്നിട്ടേ ഇല്ല എന്നാണ്. ഇത് ചിരിക്കാൻ ഇവിടെ ജനങ്ങൾ ഇവിടെ ചിരിക്കുകയാണ് ഈ കാര്യത്തിൽ. സ്വരാജിനെ കുറിച്ച് നമുക്ക് നേരത്തെ അറിയാം. സ്വരാജ് ഇവിടെ MLA ആയിരിക്കുന്ന സമയത്ത് ഒരു പത്രപ്രവർത്തക വന്നതും, പ്രശസ്തിയായ ഒരു പത്രപ്രവർത്തക അവിടെ വന്നതും, മടങ്ങി വരുമ്പോൾ വേറെ ബനിയനിട്ട് പോയ കഥയൊക്കെ നമുക്കറിയാം. അതുപോട്ടെ, അദ്ദേഹം മാളികപ്പുറത്ത് അമ്മയെ കൊണ്ട് അയ്യപ്പനെ കല്യാണം കഴിപ്പിച്ച ആളാണ്. അപ്പൊ അതിലപ്പുറത്തേക്ക് കഴിവുള്ള ഒരാളുണ്ട് എന്നുള്ള കേരളത്തിൽ പ്രയാസമാണ്. അങ്ങനെ ഒരാളാണ് റെസിഡന്റ് എഡിറ്ററായി ദേശാഭിമാനി ഏറ്റവും യോഗ്യനായ ആള് എന്നുള്ള കാര്യം സംശയമില്ല. കാരണം ഒരൊറ്റ കഥ കൊണ്ട് തന്നെ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി തകർന്ന് തരിപ്പണമായി, വിശ്വാസികളെയൊക്കെ വിട്ടുപോയി. VS ക്യാപിറ്റൽ പണിഷ്മെന്റ് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്ത ആളാണ് ഇന്നലെ VSന്റെ ആ കഥ, ഈ സ്റ്റോറി വന്നു എന്ന് പറയുന്നത്. അപ്പം ഇദ്ദേഹം അവിടെ തിരിഞ്ഞു നോക്കാറുണ്ടാവില്ല. അജയ്കുമാർ വളരെ കിട്ടിയ സന്ദർഭം കൊണ്ട് നല്ല ഒന്നാം തരം ഒരു സപ്ലിമെന്റ് ഇറക്കി. ആ സപ്ലിമെന്റ് വാരാന്ത്യ പതിപ്പ് ഇറക്കി. ആ ഇറക്കിയപ്പം എന്തായി, VSും വന്നു, അതോടൊപ്പം എന്തായി, നമ്മുടെ വിജയനും വന്നു. വിജയൻ കള്ളനായി, VS അജയ്യനായി. ഇത് എങ്ങനെ പിണറായി വിജയൻ സഹിക്കും? പിണറായി വിജയൻ സഹിക്കുന്നതിനൊക്കെ ഒരു അതിരില്ലേ?